വലൈക്കും. പ്രിയ സഹോദരങ്ങളെ, നാം പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വിഭിന്ന ആശയത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്കൊക്കെ ഒരു ന്യായമുണ്ടാകും. അവരെ ഭാഗമാണ് മുന്തിയതെന്ന് തെളിയിക്കാൻ വേണ്ടി അവർ കഴിയുന്നതെന്തും ചെയ്യും. അത് പണ്ടൊരാൾ പറഞ്ഞത്ര, ഒരാളടുത്ത് വന്നുകൊണ്ട് പറയാണ്, ഞാൻ ആരാണ് ആളെന്നറിയോ, ഞാൻ അള്ളാൻ്റെ റസൂലാണ്, നീ വിചാരിച്ച അതിലൊന്നുമല്ല ഞാൻ പറയുന്നത്, കേട്ട് നടന്നോളെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേട്ട ആൾ പറയാണ്, ഓ നീ അള്ളാൻ്റെ റസൂലോ, അത്രയൊക്കെ ആയിടോ ഇതൊക്കെ, എന്നെപ്പോൾ ഇങ്ങനത്തെ ഈ മോശത്തരം പറഞ്ഞെടുക്കുന്ന ഇല്ലാത്ത വിധേയത്വം അനാചാരവും ശിർക്കും ഒക്കെ പറഞ്ഞെടുക്കണം എന്നെ പോലത്തെ ആരാ റസൂലാക്കുക, എന്നെപ്പോലത്തെ വിഡ്ഢികളൊന്നും ഞാൻ റസൂലാക്കി അയച്ചിട്ടില്ല എന്ന് ഇയാൾ. അപ്പോൾ ഈ പറയുന്ന ആളെന്താ വാദിക്കണതെന്ന്, ഞാൻ അള്ളയാണ് എന്നാ, അത് വാക്കുന്ന് കിട്ടുന്നുണ്ട് എന്നതുപോലെ നമ്മളെ അവസ്ഥ പറഞ്ഞ് നമ്മളെ സ്ഥാനം പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ മഹാന്മാരാണ്, നമ്മൾ വലിയ കുത്തുബാണ്, ഹൗസാണ് എന്നൊക്കെ വരുത്തി തീർക്കണം ഒരാളുകൾ, അല്ലെങ്കിൽ വലിയ ആളുകളാണ്, അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് തൗഹീദിൻ്റെ ആൾക്കാർ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. ശിർക്കും തൗഹീദും അവൻ്റെ വിശ്വാസത്തിനോട് ബന്ധിച്ചതാണെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നോട് കമൻറ്റിലൂടെ പലരും തോന്നിയാസങ്ങളും തെറികളും ഒക്കെ വിളിക്കുന്നത്. അത് മാത്രമല്ല, ഇയാൾ തല മാറി കുടിച്ച ഗുളിക ഈ ഗുളികൻ്റെ മുൻഭാഗം വായിലാക്കിയാലും പിൻഭാഗം വായിലാക്കിയാലും എങ്ങനെ കുടിച്ചാലും ഗുളിക അത് വയറ്റിലേക്ക് എത്തിയാൽ മതി. പിന്നെ ഈ തല മാറി കുടിച്ചോ എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. കുടിക്കുക തിന്നുക എന്ന് പറയുന്നതൊക്കെ വായിലൂടെ അല്ലാതെ തല മാറി അതെന്താണെന്ന് എനിക്കറിയുന്നില്ല. അതിപ്പോൾ പറഞ്ഞ ആൾക്ക് തന്നെ വിടുകയാണ് അതിനെ പറ്റിയൊക്കെ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും അവനാൻ്റെ ഈമാൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ഈമാൻ സ്ഥിരമാക്കുക, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഒരാളെയും കുറ്റം പറയാതെ, കുറവ് പറയാതെ, ഒരാളെ വിശ്വാസം എന്താണെന്ന് അവനോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതിന് പകരം കവലകൾ തോറും അവനെ മുശ്രിക്കാണ്, ഇവൻ മുശ്രിക്കാണ്, ഈ പറയുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അനസ് മൗലവി, ഫൈസൽ, മറ്റേ സക്കരിയാനെ പറ്റി, സക്കരിയ മരിച്ചല്ലോ, ഇപ്പോൾ സക്കരിയ സലാഹിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്. മരിച്ച സമയത്ത് ഇപ്പോൾ പറയണെന്ത്, ഈ നമ്മൾ നടത്തിയ പ്രാർത്ഥന ഹക്കിനെ വിജയിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു, അതിപ്പം എന്താണ് പുലർന്നു എന്നാ മരിച്ചു എന്ന് കേട്ടപ്പം പറഞ്ഞത്. അപ്പോൾ ഇത്രക്കും ഞാനതിനെ ആക്ഷേപിക്കല്ല, അയാളെ അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷേ നമ്മൾക്ക് അഭിപ്രായം പറയാൻ അർഹത ഉണ്ടെങ്കിലും ഓരോ വ്യക്തികളെ പറ്റി പറയുമ്പോൾ അപ്പം നമ്മളൊക്കെ ഉള്ളിലിരിക്കുന്നതാണ്, ഞാനിപ്പോൾ ക്ലിയറാണ്, നല്ല ആളാണെന്നല്ലേ, ഞാൻ വളരെ ശുദ്ധമാണെന്നല്ലേ. ഒരു പാവം മനുഷ്യന് മരിച്ചപ്പോൾ അതിൽ സന്തോഷിക്കൽ ആരാണ് സന്തോഷിക്കുക? അങ്ങനെ സന്തോഷിക്കുന്നവൻ മനസ്സിലാക്കണം, നാളെ എനിക്കുള്ള ഗതി ഇതാണ്, നമ്മൾ മരിക്കാതെ കൊല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. അപ്പോൾ ഒരാൾ മരിച്ചതിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മൾ മരിക്കാനുള്ളതല്ലേ. നമ്മളെ കഴിവും ശക്തിയും ഈ പറച്ചിലും മൂക്കും ഒക്കെ തീർന്നു പോകും. അപ്പോൾ ഒരാളെയും നമ്മൾ ശിർക്ക് ആരോപിക്കരുത്. ഓൻ തമ്മാടിയാണെന്ന് പറഞ്ഞോളി, അവന് മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞോളി, ആ പറഞ്ഞതിൻ്റെ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാവുക, വേറെ കാര്യം. എന്നാൽ അതുപോലെയല്ല, ശിർക്ക് ആരോപിച്ചാൽ ഇവൻ എന്താണ് പിന്നെ അവൻ മുശ്രിക്കായി മാറും, ഈ പറയുന്ന ആൾ മുശ്രിക്കായി മാറും. അതിന് തലമാറി കുടിക്കൊന്നും വേണ്ട ഗുളിക. കുറച്ച് ബുദ്ധിയുള്ള അന്നം തിന്നൽ എല്ലാവർക്കും അറിയാം. ശിർക്ക് തൗഹീദ് ഇതൊക്കെ വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ്. ഒരാൾ 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തൗഹീദാകത്തതുപോലെ തന്നെ അവൻ്റെ വിശ്വാസത്തിൽ വികടമായ വിശ്വാസങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസത്തിനോട് ബന്ധിച്ചാണ്. ശിർക്ക് വരും, കുഫർ വരും, റിദ്ദത്ത് വരും, ഈ ചിലപ്പം ഹറാം വരും, ഖറാത്ത് വരും, ഖിലാഫുൽ വരും, ഖിലാഫു സുന്ന വരും, ഇതൊക്കെ വരും. ഇതൊക്കെ കർമ്മത്തിനെ പറ്റി പറയൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. ഈ വിശദീകരിച്ചതിനെ പറ്റിയുള്ള മൂലമായിട്ടുള്ള അറിവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് പറഞ്ഞത് യൂട്യൂബിലൂടെ വിട്ടത്. അത് നിങ്ങളെ ആര് ന്യായീകരിച്ചാലും എന്തൊരു കാര്യത്തിന് ഇയാൾ പറഞ്ഞ ശിർക്കാണെന്ന് പറയുന്നത് തെളിയിക്കണമെങ്കിൽ എൻ്റെ ലക്ഷ്യസഹിതമുള്ള തെളിവോട് കൂടെ പറയണം, അല്ലെങ്കിൽ ശിർക്കാകൂല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കഴിവില്ലാത്തവരോട് എന്തെങ്കിലും പറഞ്ഞാൽ ആവശ്യപ്പെട്ടാൽ അത് ചിലപ്പം വിഡ്ഢിത്തരം വരുമെന്ന് പറഞ്ഞല്ലോ, ആ പോലെ രൂപത്തിൽ ശിർക്ക് വരിക. ശിർക്കും തൗഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചാണ്. ഈ ബാലപാഠം മാത്രം മനസ്സിലാക്കണമെന്ന് ഈ മോശം കമൻ്റ് എഴുതിയ ആളുകളോടും എന്നെ കേൾക്കുന്നവരോടും പറഞ്ഞുകൊണ്ട് അള്ളാഹ് നമ്മളൊക്കെ ഹിദായത്തിലായിട്ട് തൗഹീദിലായിട്ട് ജീവിച്ച് മരിക്കാനും
ആരെയും ആക്ഷേപിക്കാൻ ഞാൻ മോശമാണെന്നുള്ള ചിന്തയാണ് വേണ്ടത്. അതാണ് ഇമാം ഗസാലി ഇമാമിൻ്റെ ഇഹ്യയിലൊക്കെ പറഞ്ഞത്. ഒരാൾ മനുഷ്യൻ്റെ ആത്മശുദ്ധി ഉണ്ടാണെങ്കിൽ, അവൻ ശുദ്ധി ഉണ്ടാകുകയാണെങ്കിൽ, അവൻ്റെ ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടാണെങ്കിൽ മറ്റുള്ളൊരാളെ ആക്ഷേപിക്കാൻ അവന് തോന്നൂല. കാരണം എൻ്റെ അവസ്ഥ എന്താണ്, നമ്മുടെ ഈ ശ്വാസം എണ്ണപ്പെട്ട ശ്വാസങ്ങളുണ്ട്, ഈ ശ്വാസം നിലച്ച് പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കരുതി നമ്മൾ സൂക്ഷിച്ച്, വളരെ നമ്മൾ സൂക്ഷിച്ച് ഹറാമിനെ തൊട്ടും ആക്ഷേപങ്ങളെ തൊട്ടും അർഹമായത് ഭക്ഷിക്കലിനെ തൊട്ടും ഒക്കെ സൂക്ഷിച്ച് പണ്ഡിതന്മാർ നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിൻ്റെ സദസ്സുകൾ ഒക്കെ എന്താണ് മറ്റുള്ളവരെ ഈബത്തും നമീമത്തും പറയാൻ ഉപയോഗിക്കാതെ, സംഘടന വളർത്താൻ വേണ്ടി മറ്റുള്ളവരെ ഇരപ്പാക്കാതെ, മറ്റുള്ളവരെ വലായകത്തബ്ബാദുക്കും ബാധാന്ന് ഒരാൾ മറ്റൊരാളെ ഈബത്ത് പറയാതെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല ശുദ്ധരായി ജീവിച്ച് മരിക്കുക. അതിനുള്ള തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടും നമ്മൾക്ക് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയും എന്നെ കേൾക്കുന്നവർ പ്രാർത്ഥിക്കണമെന്നും, ഇത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.